ചെമ്മീൻ കറിയാണ്. അതിന് സവാള ചെറുതാക്കി അരിഞ്ഞത് പകുതി, ഒരു തക്കാളി, 2 ചോള കുടംപുളി, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ചട്ടിയിലേക്ക് ചേർക്കാം. ഇനി അതിലേക്ക് പൊടികൾ ചേർക്കാം. പൊടികൾ ചേർത്തു. അതിൽ കുടംപുളി മാറ്റി വെച്ചിട്ടാണ്. ഇതൊന്ന് കൂട്ടി തിരുമ്മാം. ഇതിൽ പച്ച വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്, അത് കൂട്ടി നന്നായി തിരുമ്മാം. അങ്ങനെ കൂട്ടി തിരുമ്മിയിട്ടുണ്ട്. എല്ലാം കൂട്ടി തിരുമ്മിയിട്ടുണ്ട്. ഇനി കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ ചേർത്തു, മാറ്റി വെച്ച കുടംപുളി ചേർത്തു. ഇനി അതിലേക്ക് ഒരു തേങ്ങയുടെ പാല് ചേർക്കാം. പാല് ചേർത്തു. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. എന്നിട്ട് തീ കത്തിക്കുക. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അത് അടച്ച് വയ്ക്കുക. ഇത് തിളയ്ക്കുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. തിളച്ച് വരുന്നുണ്ട്, അപ്പം നന്നായി ഇളക്കി കൊടുക്കാം. ചെമ്മീൻ കറി റോസ്റ്റും ചെയ്യും, ഇങ്ങനെ വയ്ക്കും. ഇങ്ങനെ വയ്ക്കുന്നതാണ് കൂടുതൽ എനിക്കിഷ്ടം. മക്കൾക്ക് റോസ്റ്റ് ചെയ്യുന്നതാണ് കൂടുതൽ താല്പര്യം. നന്നായി വെട്ടി തിളയ്ക്കട്ടെ. കറി നന്നായി വെട്ടി തിളച്ച് വരുന്നുണ്ട്. ഒരു 2 മിനിറ്റ് ഇതേപോലെ നന്നായി വെട്ടി തിളച്ചിട്ട് പിന്നെ സിമ്മിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് ചെറുതീയിൽ വേവിക്കുക. എന്നിട്ട് പിന്നെ ഉള്ളി കാച്ചെടുക്കുക. അപ്പോൾ നല്ലോണം വെട്ടി തിളയ്ക്കട്ടെ. 2 മിനിറ്റ് കഴിഞ്ഞാൽ അടച്ച് വെച്ചിട്ട് ചെറുതീയിലിടാം. മീൻ കറി വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചുവന്നുള്ളി മൂപ്പിച്ചത് ചേർക്കാം. ചുവന്നുള്ളി മൂപ്പിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് മെല്ലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനി നമ്മളെ ഉള്ളി കാച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരം ചെറുതീയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൂട്ടാൻ പളിക്കില്ല, തേങ്ങാപ്പാൽ വെച്ച് വെച്ച കാര്യം. അപ്പോൾ ഒരു 2 മിനിറ്റ് നേരം ചെറുതീയിലിരിക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പും പുളി എരിവൊക്കെ കറക്റ്റാണ്.